ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് അല്ലേ നാടൻ ആറ്റുവാള. ഇത് നമുക്ക് അക്ഷയ കിട്ടിയാണ് കേട്ടോ. വല കിട്ടിയപ്പോൾ വലയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിനി ഇത് കറി വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നീളമുള്ള പുളിയുണ്ട്, വാളംപുളി എന്ന് പറയും. ആ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം ആറിക്കഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ ഈ മേളത്തെ പാടമെല്ലാം അങ്ങ് പൊക്കോളും. അപ്പം മീൻ ക്ലീൻ ആക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നമ്മൾ എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി മസാലയൊക്കെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ അങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി കടുവും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. നമുക്ക് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കുക. ഓക്കെ, ശുദ്ധമായ കരിയാപ്പില നമ്മുടെ മരത്തിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്ത കേട്ടോ. നമ്മൾ പേടിക്കണ്ട. നല്ലോണം ഇത് വഴറ്റിയെടുത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റമൊക്കെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ചേട്ടൻ്റെ ഒരു അനിയൻ. ഒരെണ്ണം തോണ്ട് അവിടെ കിടക്കുന്നു. ഇതൊരു അനിയത്തി. അവൾ കണ്ട ആട്ടുംകുട്ടി എടുക്കുകയാണ്. അക്ഷയ ഒരു ഹായ് പറഞ്ഞു. അതില്ലേ ഹായ് പറ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പില എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ആറ്റുമീനായതുകൊണ്ട് നല്ലോണം മുളക് പൊടിയൊക്കെ വേണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ, മല്ലിപ്പൊടി ഇച്ചിരി വേണം. ഇത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്. അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. പുളി ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ പച്ചവെള്ളം. ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ പുളിവെള്ളമാണ്. നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ടും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മളടുത്ത് നമ്മൾ തന്നെ ഉണക്കിയെടുത്ത പുളിയാണ്. അതാണ് ഇത്ര വലിപ്പം കുറവ് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ അല്ലേ. തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിളച്ച് മറിയാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് മീനിട്ട് കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ,
ഓക്കല്ലേ. അപ്പോൾ നമ്മുടെ വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, തിളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച കണ്ടിട്ട് പൊളി, അതിന് തിന്ന് നോക്കാം അല്ലേ. ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്ന് ചുറ്റിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉണ്ടത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കറി അപ്പം ഇനി ലൈറ്റായിട്ട് കറക്കി എടുത്താൽ മതി. അപ്പോൾ ആ എണ്ണയെല്ലാം നല്ലോണം മിക്സ് ആകുമ്പോൾ എന്നിട്ട് കറി അങ്ങ് നമ്മളത് ഓഫ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു 3-4 കഷ്ണം വറക്കാൻ എടുത്തിട്ടുണ്ട്. കണ്ടത്. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇത് വേവായില്ല, ഇച്ചിരി വേകാനുണ്ട്. ഇനി തിരിച്ചിട്ടതേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇത് എല്ലാം എന്ത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കഴിച്ച് നോക്കാം. അവരൊക്കെ കഴിക്കുകയാണ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, വിഷമം ചാറ് വെക്കണം. ഉള്ള ചാറ് ഇവിടെ കുഴവളാൻ ചാറ് ഇങ്ങനെ കഴിച്ച് നോക്കാം. റെഡി, അവിടെ കഴിച്ച് നോക്കാൻ പോണേ. വാളയുടെ നടുക്കഷ്ണമാണ് കഴിച്ച് നോക്കാം. സൂപ്പർ, അടിപൊളിയായിരുന്നു. നമ്മളെ ഈ ചെറിയ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞു. കഴിച്ച് ലേറ്റായിപ്പോയി. അപ്പം എല്ലാവരും ബായ് കൊടു. അപ്പം ഞങ്ങൾ ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടു, ടാറ്റ കൊടു, കൊടു. എന്നെ